ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, ഈ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ച് എന്ന് പറയുമ്പോൾ മറ്റേ മൂസമ്പി ഇല്ലേ, അത് ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് എടുക്കാം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തോണ്ട് വന്നിട്ട് ഇനി ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം കേട്ടോ. കാരണം നമുക്ക് അത്രയും ക്വാണ്ടിറ്റി വേണ്ടല്ലോ, ചെറിയൊരു ക്വാണ്ടിറ്റി മതി. ഇത്രയും മതി, ഒരു സ്പൂൺ മതി ഫേസിന് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് പൗഡറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നീമിൻ്റെ പൗഡറാണ് വേണ്ടത് കേട്ടോ, അതൊരു ആവശ്യത്തിന് നമ്മുടെ. ഇനി നമുക്ക് മഞ്ചിഷ്ട പൗഡറാണ് വേണ്ടത് കേട്ടോ, അത് നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഇനി നമുക്ക് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, ഇത്രയും മതി കേട്ടോ. ഗൈസ്, നമ്മൾ എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്കൊന്നും ചേർക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വാട്ടർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ മതി, അല്ലെങ്കിൽ നോർമൽ വാട്ടർ മതി കേട്ടോ. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് ഒക്കെ പോകാൻ എളുപ്പമാണ്. എൻ്റെ ഫേസിൽ ഇവിടെ കണ്ടോ പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പിമ്പിൾസ്, ആക്നി സ്കിൻ, ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് പിമ്പിൾസ് എപ്പോഴും വരും ഗൈസ്. അപ്പം അല്ലാതെ നമുക്ക് പെട്ടെന്നൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ പിമ്പിൾസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ പാക്ക് തയ്യാറാക്കി ചെയ്യാം. ഇതിന് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവും. ഷുഗറൊക്കെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ ഡെഡ് സ്കിൻസിനെയൊക്കെ കളയാനും റിമൂവ് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി സാധനമാണ്. വാഷ് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാനിപ്പം ഒന്നും തന്നെ ഫേസിൽ ഇട്ടിട്ടില്ല. നമുക്ക് ഒരു പാക്ക് തയ്യാറാക്കുമ്പോൾ ഒരു പാക്ക് നമ്മൾ ഫേസിലിടുമ്പോൾ നമുക്ക് ഫേസ് എന്തായാലും നല്ല വൃത്തിക്ക് കഴുകണം. അപ്പോൾ നമുക്കൊന്ന് ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫേസ് നന്നായിട്ട് കഴുകി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഗൈസ്, ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് എനിക്ക് ഓക്കെ ആയി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് ബ്രൈറ്റ് ആവും, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് കിട്ടും. നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാവണമെന്നില്ല. അപ്പം ഡെയിലി ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതിപ്പം ഏതൊരു പാക്ക് ആണെങ്കിൽ പോട്ടെ, ഏതൊരു ക്രീം ആണെങ്കിൽ പോലും നമുക്ക് ഡെയിലി ഇട്ടാൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും ഡെയിലി മാക്സിമം ഇടാൻ ട്രൈ ചെയ്ത് നോക്കുക ഫേസ് പാക്ക്. അപ്പം നല്ല റിസൾട്ട് കിട്ടും. മസ്റ്റായിട്ട് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി നോക്കുക എല്ലാവരും. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇനിയും ഇതുപോലെ പുതിയ പുതിയ പാക്കുമായിട്ട് വരാം. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയിട്ട് ആ സബ്സ്ക്രൈബ് അങ്ങ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും കാണാം പുതിയ പുതിയ വീഡിയോസൊക്കെ. അതുവരേക്കും ബൈ.